അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹധന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതിവിശിഷ്ടമാണ് എന്നും അത് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ കാരണമാണ് എന്നും അതുപോലെ തന്നെ അത് മനഃപ്പാടമാക്കുക, അതിൻ്റെ തേട്ടമനുസരിച്ചുകൊണ്ട് ജീവിക്കുക, ഇതെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന പുണ്യകർമ്മമാണ് എന്നും നാം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ അല്ലാം എന്ന് പറയുന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അൽ അല്ലാമു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സസൂക്ഷ്മമായ ജ്ഞാനത്തെക്കുറിച്ചാണ് അത് വിവരിക്കുന്നത്. അള്ളാഹു എല്ലാ നിലയ്ക്കും അറിവുള്ളവനാണ് എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ സസൂക്ഷ്മമായ അറിവിനെക്കുറിച്ചാണ് ഇവിടെ ഈ ഒരു നാമം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പണ്ഡിതന്മാർ അൽ അല്ലാമു എന്ന് പറയുന്ന നാമത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ ഐ കസീറുൽ ഇൽമി അല്ലദി അഹാത ഇൽമുഹു ബികുല്ലി ഷൈഇൻ ളാഹിറൻ വ ബാത്തിനൻ ദഖീഖൻ വ ജലീലൻ. പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അധികരിച്ച ഇൽമിനെക്കുറിച്ചാണ് ഈ നാമം അറിയിക്കുന്നത്. അല്ലദി അതെങ്ങനെയുള്ളതാണ്? അഹാത ഇൽമുഹു ബികുല്ലി ഷൈഇൻ, എല്ലാത്തിലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇൽമ് അത് കവചം ചെയ്തിരിക്കുന്നു. എല്ലാത്തിനെക്കുറിച്ചുള്ള ഇൽമും അള്ളാഹു ചൂഴ്ന്ന് അന്വേഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ അറിവ് അത്രമാത്രമാണ്. എത്ര രഹസ്യത്തിലാണെങ്കിലും, എത്ര ഗോപ്യമായതാണെങ്കിലും, എത്ര ഇരുട്ടിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല മനസ്സിനുള്ളിലുള്ളത് പോലും അറിയുന്നവൻ. അത്ര കണ്ട് അള്ളാഹുവിൻ്റെ ജ്ഞാനം അത് സൂക്ഷ്മമായിക്കൊണ്ട്, അത് സസൂക്ഷ്മം അറിഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിലകൊള്ളുന്നു എന്നതാണ്. ദഖീഖൻ വ ജലീലൻ, ഏറ്റവും ചെറുതായതായാലും, ഏറ്റവും ദഖീഖ്, ഏറ്റവും നിസാരമായ കാര്യങ്ങളാണ്, ഏറ്റവും ഗോപ്യമായ അങ്ങേയറ്റം രഹസ്യമായ കാര്യങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നു എന്നതാണ്. ഈ നാമം നമുക്ക് അറിയിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ അഗാധ ജ്ഞാനത്തെക്കുറിച്ചാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അൽ അല്ലാമുൽ ഗുയൂബ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, തീർച്ചയായും അദൃശ്യമറിയുന്നവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിശേഷണത്തെക്കുറിച്ച് പറഞ്ഞു. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഖാലു ലാ ഇൽമ ലനാ ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് നമുക്ക് യാതൊരു ഇൽമുമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഇൽമല്ലാതെ, അറിവല്ലാതെ നമുക്ക് യാതൊരു ഇൽമുമില്ല. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു അൽ അല്ലാം. അള്ളാഹു സുബ്ഹാനഹു തആല ആരാണ്? അൽ അല്ലാമാണ്, സസൂക്ഷ്മം അറിയുന്നവനാണ്. അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു അല്ലാമുൽ ഗുയൂബ്, അദൃശ്യങ്ങൾ അറിഞ്ഞവൻ, രഹസ്യങ്ങൾ അറിഞ്ഞവൻ, മറഞ്ഞ കാര്യം അറിഞ്ഞവൻ. അങ്ങനെയാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമ്മെ അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നു. എന്നാൽ നമുക്ക് അള്ളാഹുവിനെ ആ രൂപത്തിൽ അറിയാൻ, സസൂക്ഷ്മമായി കൊണ്ടറിയാൻ നമുക്ക് സാധ്യമല്ല. ഉദാഹരണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന് യദുണ്ടെന്ന് പറഞ്ഞു, അള്ളാഹു നുസൂൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം കാണുന്നു, കേൾക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ശരിയായ രൂപം എങ്ങനെയാണ് എന്നോ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അർശിൽ ഉപവിഷ്ടനാണ് എന്ന് പറയുമ്പോൾ അത് ഏത് രൂപത്തിലും ഭാവത്തിലും വണ്ണത്തിലുമാണെന്നോ നമുക്കൊന്നും അറിയാൻ സാധ്യമല്ല. അത് ഗൈബിയായ കാര്യമാണ്. അതിൽ വിശ്വസിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് യോജിക്കുന്ന രൂപത്തിൽ, യലീഖു ബി ജലാലിഹി എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നത്. അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരും.
അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ എല്ലാ നിലക്കുമുള്ള വിശേഷണങ്ങളും. അതൊരിക്കലും ഒരു സൃഷ്ടിയോട് തുല്യപ്പെടുത്തുവാനോ ഒരു സൃഷ്ടിയോട് ഉപമിക്കുവാനോ പാടില്ല എന്നതും മാത്രമല്ല, അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നിന്ന് തെറ്റി അതിനെ വിശദീകരിക്കാനും പാടില്ല, തെറ്റിച്ചുകൊണ്ട് അതിനെ പറയാനും പാടില്ല എന്നാണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് സസൂക്ഷ്മമായി കൊണ്ടറിയാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ നേരിട്ട് കാണാൻ പോലും നമുക്ക് സാധ്യമല്ല എന്നാണ്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാം വാശി പിടിച്ച സമയത്ത്, അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞ സമയത്ത്, അള്ളാഹുവിൻ്റെ പ്രകാശം പോലും ഒന്ന് കണ്ണിൽ അത് ഭവിക്കാൻ, അതൊന്ന് ദൃഷ്ടിയിൽ സ്പർശിക്കാൻ പോലും കഴിയാതെ ബോധം കെട്ട് വീണു എന്ന ചരിത്രം നമ്മൾ വായിക്കുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ രഹസ്യമായതും പരസ്യമായതും എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. യഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക് ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു, നമുക്ക് അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല. എന്നാൽ അള്ളാഹുവിന് നമ്മെക്കുറിച്ച് കൃത്യമായ നമ്മുടെ ഓരോ മിടിപ്പും അള്ളാഹുവിനെ അറിയാം എന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഗൈബ് അറിയുന്നവനാണ് എന്ന വിശേഷണം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും അള്ളാഹുവിൻ്റെ അല്ലാം എന്ന നാമത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നവൻ അള്ളാഹുവാണ്. രഹസ്യങ്ങളായിക്കൊണ്ട് നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതെല്ലാം അറിയുന്നവൻ അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ കാണാം, അലാ യഅലമു അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും വഅന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രഹസ്യമായ അറിവിനെക്കുറിച്ച്, സസൂക്ഷ്മമായ അറിവിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. എന്നിട്ട് നമ്മുടെ രഹസ്യങ്ങളെ അറിയുന്നവൻ അള്ളാഹു ആണ് എന്നും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു. അദൃശ്യമറിയുന്നവൻ. ഇതെല്ലാ ആയത്തിലും ആവർത്തിച്ച് അല്ലാമു എന്ന നാമത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അല്ലാമുൽ ഗുയൂബ് ഇത് ആവർത്തിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ് അല്ലാമുൽ ഗുയൂബ്. അവിടെയും ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത് അല്ലാമുൽ ഗുയൂബ് എന്നാണ്, അദൃശ്യമറിയുന്നവൻ എന്നാണ്, മറഞ്ഞ കാര്യം അറിയുന്നവനെന്നാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ രഹസ്യ പരസ്യ ഗോപ്യമാക്കി വച്ച, ആരും കേൾക്കാതെ പറഞ്ഞ, മനസ്സിൽ ചിന്തിച്ച, ആരും അറിയാതെ ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. രഹസ്യമായ കാര്യങ്ങളെപ്പോലും സസൂക്ഷ്മമായി അറിയുന്നവൻ അത് അല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് നമുക്ക് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ, ഹദീസുകൾ പഠിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒരു ഹദീസിൽ കാണാം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കടം വാങ്ങുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ആ കടം വാങ്ങുന്ന വ്യക്തിയുടെ നിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിച്ചപ്പോൾ, ഒരു മനുഷ്യൻ അവൻ കടം വാങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ, ശ്രദ്ധിക്കുക, അവൻ്റെ മനസ്സിൽ അത് കൊടുത്തു വീടണമെന്നാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹു അവനെ സഹായിക്കുമെന്നാണ്. എന്നാൽ കടം വാങ്ങുന്ന വ്യക്തി കടം കൊടുക്കുന്ന വ്യക്തിയോട് പോലും പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന, ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ച കാര്യം പോലും അള്ളാഹു അറിയുമെന്നാണ്. അങ്ങനെ അവൻ മനസ്സിൽ തീരുമാനിച്ച ഇതിനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന രൂപത്തിൽ അവൻ കടം വാങ്ങി, എന്നാൽ സഹായിച്ച വ്യക്തി പോലും അറിഞ്ഞിട്ടില്ല ഇവനിത് തിരിച്ചു തരില്ല എന്നുള്ളത്. ആ ഒരു അവസ്ഥയിൽ അള്ളാഹു അവനെക്കുറിച്ച് അറിയുകയും എന്നിട്ട് അവൻ ആ കടം വീട്ടാതിരിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും അവൻ ഇട്ടുകൊടുക്കും. എന്നിട്ടോ ഫമാത വലം യറുദ്ദ ഇലൈഹി ദൈനഹു ലഖിയല്ലാഹ വഹുവ സാരിഖുൻ. അവൻ മരണപ്പെടുന്നത് ആ കടം വീട്ടാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും. എന്നിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവൻ കള്ളനായിക്കൊണ്ടായിരിക്കും, മോഷ്ടാവായിക്കൊണ്ടായിരിക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എന്നാണ്. നമ്മുടെ ഇവിടുത്തെ വിഷയം എന്താ? രഹസ്യമായതുപോലും അറിയുന്നവൻ അൽ അല്ലാമു എന്ന് പറയുന്ന അള്ളാഹുവാകുന്നു എന്നതാണ്. ആ കടം കൊടുത്ത് സഹായിച്ച വ്യക്തി പോലും അറിയാത്ത രൂപത്തിൽ മനസ്സിൽ കരുതിയത്, ഇനി ഞാനിത് കൊടുക്കുകയില്ല എന്ന് മനസ്സിൽ കരുതിയത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിനുള്ളിൽ ഉള്ളത് അറിയുന്നവൻ,
ഉള്ളിലിരിപ്പ് അറിയുന്നവൻ അത് അല്ലാഹു മാത്രമാണ്. റബ്ബുക്കും അഅലമു ബിമാ നുഫൂസിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത്, നിങ്ങളുടെ മനസ്സു ചിന്തിക്കുന്നത് കൃത്യമായി അറിയുന്നവൻ അല്ലാഹുവാണ് എന്നാണ്. നമ്മുടെ കണ്ണിൻ്റെ കട്ടുനോട്ടവും നമ്മുടെ മനസ്സിൽ ചിന്തിച്ചതും അറിയുന്നവൻ അല്ലാഹു മാത്രം. യഅലമു ഖായിനത്തൽ അഅയുനി വമാ തുഖ്ഫി സുദൂർ. അല്ലാഹു സുബ്ഹാനഹു തആല കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ, എത്രയെത്ര ജനങ്ങളാണ് ഈ ലോകത്തുള്ളത്. ഓരോ മനുഷ്യൻ്റെയും കണ്ണിൻ്റെ കട്ടുനോട്ടത്തെ അറിയും. ഹൃദയാന്തരങ്ങളിൽ ചിന്തിച്ച കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു തആല ഗോപ്യമാക്കി വച്ചതുപോലും അറിയുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, വ അസിറു ഖൗലക്കും, നിങ്ങൾ രഹസ്യമായി പറഞ്ഞ, സിറ് എന്ന് പറഞ്ഞാൽ രഹസ്യം എന്നാണ്. അങ്ങനെ രഹസ്യമായി രണ്ടുപേര് ഇരിക്കുന്ന സമയത്ത് ഒരാൾ സ്വന്തം നഫ്സിന് തോന്നുന്ന രൂപത്തിൽ, കേൾക്കുന്ന രൂപത്തിൽ ഒരു കാര്യം മന്ത്രിച്ചു. തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും കേട്ടിട്ടില്ലെങ്കിലും അല്ലാഹു അത് കേൾക്കുന്നതാണ്. അത്രയും രഹസ്യമായ ഗോപ്യമായ വ അസിറു ഖൗലക്കും അവിജ്ഹറു ബിഹി, അല്ലെങ്കിൽ അത് രഹസ്യമാക്കി പറഞ്ഞതാണെങ്കിലും ശരി, അല്ലാഹു ഏഴാനാകാശത്തിൻ്റെ ഉപരിയിൽ അർഷിൻ്റെ മുകളിൽ നിന്ന് എല്ലാം കേൾക്കുമെന്നാണ്. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നെഞ്ചകങ്ങൾക്കുള്ളിലുള്ളത് കൃത്യമായി അല്ലാഹു അറിയുന്നു എന്നാണ്. പരലോകത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞപ്പോഴും എന്താണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്? യൗമ തുബ്ലസ് സറായിർ. നമ്മൾ ഈ ദുനിയാവിൽ രഹസ്യമായി കൊണ്ടു നടന്ന, രഹസ്യമായി ചെയ്തു വച്ച, രഹസ്യമായി പറഞ്ഞു വച്ച, രഹസ്യമായി കണ്ടുകൊണ്ടിരുന്ന അങ്ങനെ എല്ലാ രഹസ്യങ്ങളും പരസ്യമാകുന്ന ദിവസമാണ്. അല്ലാഹ് പറയാണ് യൗമ തുബ്ലസ് സറായിർ, രഹസ്യമാക്കി വച്ചതെല്ലാം പരസ്യമാകുന്ന ദിനമാകുന്നു അന്ന് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു. അതാരാ കൊണ്ടുവന്നത്? ഇന്ന് നമ്മൾ രഹസ്യമായി ചെയ്യുന്നതെല്ലാം പരസ്യമാക്കുന്നവനാരാണ്? അൽ അല്ലാമു, സസൂക്ഷ്മമറിയുന്ന അല്ലാഹു സുബ്ഹാനഹു തആലയാണ് എന്നതാണ്. മാത്രമല്ല, ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും, ഈ ലോകത്തിൻ്റെ ഏതേത് ദിക്കിലേക്ക് എത്തിപ്പെട്ടാലും, വാനലോകത്തിൻ്റെ നിരീക്ഷണത്തിൽ ഏത് ഗ്രഹത്തിലേക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാലും ശരി, ഈ ലോകത്തിൻ്റെ പൂർണ്ണമായ അറിവ് നേടിയെടുക്കാൻ ഒരു ശാസ്ത്രത്തിനും ലോകാവസാനം വരെ കഴിയുകയില്ല. ഇപ്പോഴും കണ്ടുപിടുത്തങ്ങൾ, ഇപ്പോഴും പഠനങ്ങൾ, മനനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ അറിവിൻ്റെ ഒരു ശകലം പോലും എത്തിപ്പെടാൻ ഒരു ശാസ്ത്രജ്ഞനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശാസ്ത്രം മാറിമറിയും. ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയേണ്ടി വരും. ഇന്നുള്ളതിനേക്കാൾ വലിയ സംഭവ വികാസങ്ങൾ ആകാശലോകത്തേക്കും അല്ലെങ്കിൽ ഭൂമിയിലും ഭൂമിക്കടിയിലും കടലിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. മനുഷ്യൻ്റെ കണ്ടെത്തലുകൾക്ക് പരിമിതികളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉറപ്പിച്ചു പറയുന്നു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലെ അദൃശ്യങ്ങൾ പരിപൂർണമായി അറിയുന്നവൻ അല്ലാഹ് മാത്രമാണ്, മറ്റൊരാൾക്കും സാധ്യമല്ല. ഏത് ശാസ്ത്രം എത്ര വലിയ പുരോഗമനങ്ങളിലേക്ക് എത്തിയാലും ശരി, അള്ളാഹുവിൻ്റെ അറിവിനോളം എത്തുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ട് രഹസ്യമറിയുന്നവൻ, അദൃശ്യമറിയുന്നവൻ അത് അല്ലാഹു മാത്രമാണ്. ലുഖ്മാൻ നബി അലൈഹിസ്സലാം മകനോട് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കുമല്ലോ, ഒരു കടുകുമണിയാണെങ്കിലും ശരി, അത് ഏതു പാറയ്ക്കുള്ളിൽ കൊണ്ടുവച്ചാലും ശരി, എത്ര ഇരുട്ടിൽ കൊണ്ടുവച്ചാലും ശരി, അല്ലാഹു യഅ്തിബിഹല്ലാ, അത് അല്ലാഹ് കൊണ്ടുവരും എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹു അത്രയും സസൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിച്ച് അറിയുന്നവനാണ് എന്നാണ് ആ മകന് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കുന്നത്. ഭാവിയെക്കുറിച്ചറിയാൻ അല്ലാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് ചില ആളുകൾ, ചില മഹാന്മാർക്ക് ഭാവിയെക്കുറിച്ചറിയാൻ കഴിയും എന്നൊക്കെ പറയുന്നുണ്ട്. ചില കൈനോട്ടക്കാർക്ക് അവർ അവകാശപ്പെടുന്നു ഞങ്ങൾ ഭാവി പ്രവചിക്കുമെന്ന്. ചില മൊയ്ലിയാക്കന്മാർ അല്ലെങ്കിൽ ഉസ്താദുമാർ എന്ന് പറയുന്നവർ അവരും ചില പ്രവചനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഭാവി പറയുന്നു, നാളെ എന്തു സംഭവിക്കുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആയുസ്സിനെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഭാവി ജീവിതത്തെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം അവർ അവകാശപ്പെടുന്നത് ഭാവിയെക്കുറിച്ചറിയാൻ കഴിയുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരവേറി, അങ്ങനെ അവിടെ ഒരു ആഘോഷ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേൽക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന കുട്ടികൾ പാടുകയാണ്, വഫീന നബിയിൻ
യഅലമു മാ ഫീ ഗദിൻ, ഞങ്ങൾക്ക് ഒരു നബിയുണ്ട്, നാളത്തെ കാര്യം അറിയുന്ന നബിയാണ് എന്ന് പറഞ്ഞ് ആ പ്രവാചകനെ വാഴ്ത്താനും പുകഴ്ത്താനും തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂലി ഹകദാ, അങ്ങനെ പറയരുത് കേട്ടോ, അങ്ങനെ പറയരുത്. വഖൂലി മാ കുൻതി തഖൂലീൻ, നിങ്ങളിപ്പോൾ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പറയുക, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് പറയരുത്. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? നാളത്തെ കാര്യം അറിയുന്ന നബി ഞങ്ങൾക്കുണ്ട് എന്നാണ്. അത് തെറ്റാണെന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. എന്നാൽ ഇതിനെപ്പോലും വളച്ചൊടിച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഗൈബ് അറിയാം, അദൃശ്യമറിയാം, നാളത്തെ കാര്യം അറിയാം എന്നൊക്കെ വാദിക്കാൻ ഇതേ തെളിവ് കൊണ്ടുവരികയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞത്? ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ, അല്ലാതെ ഗൈബ് അറിയുന്നവനായി ആരുമില്ല. ഒരു ഷെയ്ഖിനും കഴിയില്ല, ഒരു ഹോജയ്ക്കും കഴിയില്ല, ഒരു നബിക്കും കഴിയില്ല. ഗൈബ് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വിശേഷണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് ഗൈബ് അറിയില്ല എന്നും, അങ്ങനെ ഗൈബ് അറിയാമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, ഞാൻ ഒരുപാട് നന്മകൾ നേടിയെടുക്കുമായിരുന്നു എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുമുണ്ടായ സംഭവം നമുക്ക് അറിയാവുന്നതാണ്. ഏതായാലും അല്ലാഹു അൽ അല്ലാമു എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ സസൂക്ഷ്മമായ ജ്ഞാനമാണ്. നമ്മൾ എത്ര ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും ശരി, നമ്മൾ ആരെയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ശരി, നമ്മൾ എത്ര ചാറ്റുകൾ ക്ലിയറാക്കിയാലും ശരി, നമ്മൾ എത്ര ഹിസ്റ്ററികൾ അത് റിമൂവ് ചെയ്താലും ശരി, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. അൽ അല്ലാമു എന്ന് പറയുമ്പോൾ അത്രയും സസൂക്ഷ്മമായി ഗോപ്യമാക്കി വച്ചതും എല്ലാം അറിയുന്നവൻ, എല്ലാത്തിനെയും അവൻ്റെ അറിവ് വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതും നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സർവ്വതും അറിയുന്നവൻ അല്ലാഹു മാത്രം, രഹസ്യവും പരസ്യവും ഗോപ്യമാക്കി വച്ചതും അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. എത്ര ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും അതെല്ലാം നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ട് കാണിച്ചു തരുന്ന, അതിനെ പരസ്യമാക്കുന്ന ഒരു ദിവസം വരും. അങ്ങനെ നമ്മുടെ അറിവുകളെല്ലാം, നമ്മൾ രഹസ്യമാക്കി വച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞ് അതിനെ പ്രദർശിപ്പിക്കാൻ കഴിവുള്ളവൻ അത് അൽ അല്ലാമു എന്ന് പറയുന്ന നമ്മുടെ അള്ളാഹുവാണ് എന്നും എല്ലാം അറിയുന്നവൻ അവനാണ് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തെ നന്നാക്കി ഏറ്റവും നല്ല ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.